ഔലിയ എന്ന് പറഞ്ഞാൽ ഔലിയയാവണം. ഔലിയ എന്ന് പറയുക കള്ളന്മാരുടെ സ്വഭാവം ചെയ്യുക. അള്ളാന്റെ ഔലിയാണ് എന്ന് പറയുക ശൈത്താന്റെ ഔലിയാക്കളെ പണിയെടുക്കുക. ഇത് മുജാഹിദുകൾ അംഗീകരിച്ച് തരില്ല. പടച്ച റബ്ബിന്റെ ഔലിയാക്കളാണോ, പടച്ച റബ്ബിന്റെ വലിയകളാണോ? അവര് വലിയകളാകണമെങ്കിൽ അള്ളാനെ പേടിച്ചു ജീവിക്കണം. അള്ളാനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ള നിർബന്ധമാക്കിയതൊക്കെ അവര് ചെയ്യും, അള്ള ഹറാമാക്കിയതൊന്നും അവര് ചെയ്യൂല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ അവര് ചെയ്യൂ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അവർ ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഒട്ടേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സാമ്പിളിനൊരു കാര്യം പറയട്ടെ. അതാ ഹാർമോണിയം വായിക്കുന്ന ഔലിയപ്പാപ്പാനെ കേട്ടിട്ടുണ്ടോ? ഹാർമോണിയം വായിക്കാൻ, ഓടക്കുഴൽ വായിക്കാ, പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുന്നൊരു ഔലിയ. ഔലിയയാണ് പോലും, തങ്ങളാണ് പോലും. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ കയ്യിൽ ഈ കാണുന്ന പുസ്തകം ഇതെന്താണ്? ഈ പുസ്തകത്തിൽ ഒരു ചിത്രം കാണുന്നില്ലേ? ഒരുത്തനതാ ഒരു പുല്ലാങ്കുഴലും കയ്യിൽ പിടിച്ച് നടക്കുന്നു. അതേ വ്യക്തി തന്നെ ഇതാ ഹാർമോണിയം വായിക്കുന്നു, ഹാർമോണിയം വായിക്കുന്നു. ആരാണ് ഇയാളെന്നറിയാമോ? കേട്ടോളൂ ആരാണ്. മടവൂർ കോട്ടയിലെ തങ്ങള്, കാസർഗോഡ് മടവൂർ കോട്ടയിലെ യഹ്യാ ബുഖാരി തങ്ങളാണ് പോലും. ആരാ ഇയാളുടെ ഉസ്താദ്? ഇയാളുടെ പണി എന്താ കണ്ടോ? ഹാർമോണിയം വായിക്കുകയാണ്. ഏതൊക്കെ രാഗത്തിൽ ഇയാൾ ഹാർമോണിയം വായിക്കും കേട്ടോളൂ. ഗുരുവിന്റെ വിരലുകൾ ഹാർമോണിയത്തിലെ കട്ടകളിൽ പതിയുമ്പോൾ മടവൂർ കോട്ട രാഗസാഗരമാവുന്നു. മടവൂർ കോട്ടയുടെ പ്രത്യേകത എന്താണ്? അവിടെ സംഗീതത്തിന്റെ മഴയാണ്. നോക്കണം നിങ്ങൾ, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മുസ്ലിമേ, ഹാർമോണിയം വായിക്കുന്നത് ഹറാമാണോ ഹലാലാണോ? വിവരമുള്ള മുസ്ലിമീങ്ങളല്ലേ ഈ ഇരിക്കുന്നത്? എന്റെ ഉമ്മമാരും ഉപ്പമാർക്കും അറിയില്ലേ? മദ്ദളമടിക്കൽ ഇസ്ലാമിലുണ്ടോ? ചെണ്ടമുട്ടൽ ഇസ്ലാമിലുണ്ടോ? കുഴൽ വിളി ഇസ്ലാമിലുണ്ടോ? ഓടക്കുഴൽ പുല്ലാങ്കുഴൽ വായന ഇസ്ലാമിലുണ്ടോ? ഹാർമോണിയം വീട്ടൽ ഇസ്ലാമിലുണ്ടോ? ബാൻഡടിക്കൽ ഇസ്ലാമിലുണ്ടോ? ഇത് ഇസ്ലാം അനുവദിച്ചതാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദ്യം പോലെ വ്യഭിചാരം പോലെ അതാ പാടില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് മ്യൂസിക്കിന്റെ ഉപകരണങ്ങളും അതുപയോഗിക്കലും. ഔലിയപ്പാപ്പയാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് വിരോധിച്ചത് പഠിക്കലാ മൂപ്പരുടെ പണി, അത് മീട്ടലാണ് മൂപ്പരുടെ പരിപാടി. എനിക്കേട്ടോ, ഗുരുവിന് എന്തൊക്കെ അറിയാം. ഇയാളുടെ ഒരു ശിഷ്യൻ പറയാണ്, ഈ തങ്ങളുടെ അടുക്കൽ പോയിട്ട് കാര്യമായിട്ട് ഈ മുരീദെന്താ പഠിച്ചത്? ഹാർമോണിയ വായനയാണ് പഠിച്ചത്. ഏതൊക്കെ രാഗമറിയാം? ഹാർമോണിയത്തിൽ മോഹനം, ഹിന്ദോളം, ആനന്ദ ഭൈരവി തുടങ്ങി ഒട്ടനവധി രാഗങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അറിയാതെ ശുദ്ധ സംഗീതത്തിന്റെ ആസ്വാദനത്തിൽ ലയിക്കുന്നു. ഞാൻ മടവൂർ കോട്ടയെ പറ്റി കഴിഞ്ഞ വർഷം ഒരു ഗാനമെഴുതുകയും മടവൂർ കോട്ടയിലെ ആത്മീയ പരിപാടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. നോക്കണം നിങ്ങൾ, ഇയാൾ ആരാ? ചില്ലറക്കാരനല്ല. ഇയാൾ ആരാണ്? കേട്ടോളൂ. ഇന്ന് യഹ്യാ തങ്ങളുടെ സവിധത്തിൽ എത്താത്തവര് ചുരുക്കമാണ്. ചിലരൊക്കെ ഇനി നാളെ വന്നിട്ട് പറയും, ഈ മൗലവി ഇവിടെ വന്നിട്ട് ഒരു ഹാർമോണിയ വീട്ടുന്ന ഔലിയനെ കാണിച്ചു, ഞങ്ങളും അയാളും തമ്മിൽ ബന്ധമില്ല, ഞങ്ങളുടെ പേൽ വെച്ച് കെട്ടണ്ട എന്നൊന്നും ഇനി പറയണ്ട. കേട്ടോ, ഇയാളുടെ സവിധത്തിൽ ആരൊക്കെയാണ് പോകാറുള്ളത്? ആരൊക്കെയാണ് ഈ തങ്ങളുടെ അനുഗ്രഹം തേടി എത്താറുള്ളത്? കേട്ടോളൂ. ഇന്ന് യഹ്യാ തങ്ങളുടെ സവിധത്തിൽ എത്താത്തവർ ചുരുക്കം. മുസ്ലിം ആത്മീയ നേതാക്കളായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പ്രമുഖർ യഹ്യാ തങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രം സന്ദർശിച്ചവരിലുണ്ട്. ഈ മൂപ്പരുടെ ഉസ്താദാരാ? യഹ്യാ തങ്ങളുടെ ഉസ്താദിനെ കേട്ടോ. എവിടുന്നാ അത് പഠിച്ചത്? ഈ യഹ്യാ തങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് ഹാർമോണിയ വായനയാണ്, പുല്ലാങ്കുഴൽ വായനയാണ്, ഓടക്കുഴലിലൂടെ സംഗീതം പൊഴിക്കലാണ് ഈ തങ്ങളെ പരിപാടി. ആരാ ഉസ്താദ്? കേട്ടോ, പ്രമുഖ സംഗീതജ്ഞൻ എസ് ബാബുരാജിൽ നിന്നാണ് സംഗീതം പഠിച്ചത് തങ്ങള്. തങ്ങളുടെ ഉസ്താദ് ബാബുരാജാണ്.
ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ എല്ലാ പാഠവും തങ്ങൾക്ക് സ്വന്തമാണ്. സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ ചോരാതെ സൂക്ഷിക്കുന്ന തങ്ങൾക്ക് സംഗീതം എന്നും പ്രാണനാണ്. ഇയാളുടെ മടവൂർ കോട്ടയിലേക്ക് എത്തുമ്പോൾ തന്നെ എന്താണ് കേൾക്കുക? കേട്ടോളൂ. കാടുകളെ കീറി മുറിച്ച് ഹാർമോണിയത്തിൽ നിന്ന് ശ്രവണമധുരമായ നാദം ഒഴുകി വരുന്നു. ആധ്യാത്മിക കേന്ദ്രത്തിന്റെ മടവൂർ കോട്ട എന്ന ആധ്യാത്മിക കേന്ദ്രത്തിന്റെ അധിപൻ ഹാർമോണിയത്തെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ സംഗീതത്തിന്റെ ആത്മാവിലാണ്. ഹാർമോണിയത്തെയും കെട്ടിപ്പിടിച്ച് പാട്ടും പാടി പുല്ലാങ്കുഴലും ഊതിയിട്ട് ഇങ്ങനെ നടക്കുന്നവരു അതാ ഒരു ചങ്ങാതി. നാണമില്ലേ തങ്ങളെന്ന് പറയാനും ഇസ്ലാമിന്റെ പേര് പറയാനും അതാ ആധ്യാത്മിക കേന്ദ്രമെന്ന് പറയാനും? ഇയാൾക്കാരാണ് ഇതിനൊക്കെയുള്ള സിദ്ധി കൊടുത്തത്? CM മടവൂരാണ് പോലും. നിങ്ങൾ മടവൂർ കോട്ടയിൽ പോയിരുന്നോ എന്ന് അനുവാദം കൊടുത്ത് CM മടവൂർ അയച്ച ആളാണ് പോലും. നോക്കണം നിങ്ങൾ ആരാണ് CM മടവൂര്. നിസ്കരിച്ചിട്ടില്ല, നിസ്കാരമില്ല. ഇസ്ലാമിലെ ഔലിയാക്കൾ നിസ്കരിക്കൂലേ? അദ്ദേഹത്തിനതാ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബ, നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു സ്ഥാനത്ത് ആരെങ്കിലും എത്തുമായിരുന്നുവെങ്കിൽ അതെത്തേണ്ടത് നമ്മുടെ പുന്നാര നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലിക്കോ പ്രിയപ്പെട്ടവരെ. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. ആ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് ബോധം കെട്ട് കിടന്നപ്പോൾ ബോധം കിട്ടിയ നേരത്തും അസ്സലാ അസ്സലാ നിസ്കാരം കഴിഞ്ഞോ എന്ന് അന്വേഷിക്കുകയും നിസ്കാരത്തിന് പോകാത്ത ഒരു സമയം അല്ലാഹുവിന്റെ റസൂലിന് ആരോഗ്യമുള്ള കാലത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നിതാ ചില ഔലിയാക്കന്മാര് CM മടവൂരിനെ പറ്റിയൊക്കെയുള്ള പുസ്തകത്തിൽ എന്താ പറയുന്നത്? CM മടവൂര് നിസ്കരിക്കൂല പോലും. നാട്ടിൽ ചിലർക്ക് പരാതിയായി. CM മടവൂരിനോട് പോയിട്ട് ചോദിച്ചു അത്രേ, എന്താ മടവൂരെ തങ്ങളെ നിങ്ങൾ നിസ്കരിക്കാത്തത്? മടവൂർ ഔലിയനോട് ചോദിച്ചപ്പോ CM മടവൂരതാ അയാളെ അങ്ങോട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൈപ്പത്തി അങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുന്നു. കൈപ്പത്തി അങ്ങ് ഉയർത്തിയപ്പോൾ മടവൂരിന്റെ കൈവെള്ളയിലതാ കഅബാലയം തെളിയുന്നു. കഅബാലയത്തിലതാ ആളുകൾക്ക് ഇമാമായി കൊണ്ട് CM മടവൂര് നിസ്കരിക്കുന്നത് ഒരു ടെലിസ്ക്രീനിൽ കാണും പോലെ CM മടവൂരിന്റെ കൈവെള്ളയിൽ കാണുന്നു. മറ്റൊരിക്കൽ ചോദ്യം ചെയ്തപ്പോൾ അതാ വാതിലിന്മേലേക്ക് ചൂണ്ടുന്നു CM മടവൂര്. അതാ വാതിലിൽ ഒരു ടെലിവിഷൻ പോലെ പ്രത്യക്ഷപ്പെടുന്നു കഅബ. അവിടെ അതാ നിസ്കാരം നടക്കുന്നു. ആരാണ് കഅബയിലെ ഇമാമ്? ആരാണ് മക്കത്തെ അന്നത്തെ ഇമാമ്? CM മടവൂരാണ്. പിന്നെ ആരെങ്കിലും ഇനി കുറ്റം പറയാൻ പോകുമോ? ഇത്തരത്തിലെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് കറാമത്തെന്ന് പറഞ്ഞാൽ, ഇതാണ് തങ്ങളെന്ന് പറഞ്ഞാൽ, ഇതാണ് ഔലിയ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിയുള്ള മുസ്ലിമിന് കിട്ടൂല. ഇതാണ് മുജാഹിദുകൾക്ക് നിങ്ങൾ കണ്ട ഔലിയ വിദ്വേഷമെങ്കിൽ അത് ശരി തന്നെ. ഈ ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കൂല, ഈ തങ്ങന്മാരെ ഞങ്ങൾ അംഗീകരിക്കൂല. മറിച്ച് തങ്ങളാണോ വലിയാണോ? ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തവര് തങ്ങളല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തൊരു വലിയ അള്ളാന്റെ വലിയല്ല, അത് ശൈത്താന്റെ വലിയാണ്. ഇത് പറയാൻ മുജാഹിദുകളല്ലാത്ത ആരാ ഉള്ളത്? ഇത് പറയാൻ ഞങ്ങൾക്കാരെയും പേടിക്കേണ്ടതില്ല. റബ്ബിന്റെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന ആദർശമാണ്. നിസ്കാരം ഇല്ലാത്ത ഒരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതാ പിന്നെ ഔലിയാക്കന്മാർക്ക് എന്താ പ്രത്യേകത? അവർക്ക് ഒരു തടിയല്ല പോലും. മക്കത്ത് കണ്ട ഔലിയ മുക്കത്തുമുണ്ട്, മുക്കത്ത് കണ്ട ഔലിയ തളിപ്പറമ്പിലുമുണ്ട്, തളിപ്പറമ്പിൽ കണ്ട ഔലിയ
ചെറുപ്പറമ്പിലുമുണ്ട്. മലപ്പുറത്ത് കണ്ട ഔലിയാദാ മൈലപ്പുറത്തുമുണ്ട്. വാഴക്കാട് കണ്ട ഔലിയാദാ പാലക്കാടുമുണ്ട്. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ആളെ ഇതാ 100-300 തടിയാണ് പോലും ഔലിയാക്കന്മാർക്ക്. ഇതെന്ത് ഔലിയാക്കളാണ്? ഇസ്ലാമിലെ ഏറ്റവും വലിയ വലിയ ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? മഹാനവറുകൾക്ക് എത്ര തടിയാ ഉണ്ടായത്? മറുപടിക്കാരാ, മറുപടി പറയുന്നുവെങ്കിൽ പറഞ്ഞോളണം. ഔലിയാക്കന്മാർക്ക് എത്ര തടിയാണ്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർക്ക് മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്താൻ കഴിവുണ്ടല്ലേ? പറഞ്ഞോളണം മറുപടി, പറഞ്ഞോളണം മറുപടി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുടെ ചില കിതാബുകളിൽ ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്താണ്? ഒരു ഔലിയപ്പാപ്പ ഇങ്ങനെ റോട്ടിലൂടെ നടക്കുകയാണ് പോലും. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ ഔലിയപ്പാപ്പയുടെ പിന്നാലെ കുറച്ച് കുട്ടികൾ കൂടിയത്രേ. കുട്ടികൾ ഔലിയപ്പാപ്പാനെ കളിയാക്കാൻ തുടങ്ങിയത്രേ. എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികൾ. 50 കുട്ടികളും ഔലിയപ്പാപ്പാൻ അങ്ങനെ കളിയാക്കി നടക്കുമ്പോ ഔലിയപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ചു പോലും. ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയപ്പാപ്പാർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതേ അവസരത്തിൽ ശരിയായ ഔലിയാക്കൾക്ക് ആരെന്ത് പരിഹസിച്ചാലും അവർക്കത് പ്രശ്നമല്ല. അതേ അവസരത്തിൽ ഇവര് പരിചയപ്പെടുത്തുന്ന കുറെ തടിയുള്ള ഔലിയാക്കന്മാര്, നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഔലിയാക്കന്മാര്, എന്നാലോ നിസ്കരിക്കുന്നതേ കാണാതിരിക്കൂ, തിന്നുന്നത് കാണും. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ പോലും അവർ പരസ്യമായി ചായ കുടിക്കും. നോമ്പുള്ളവന് പോലും ചായ കൊടുക്കും. CM മടവൂരിനെ പറ്റിയുള്ള ബുക്കിൽ കാണുന്നില്ലേ? അദ്ദേഹം റമദാനിലതാ പട്ടാപ്പകൽ ചായ കുടിക്കുന്നു. തന്നെ കാണാൻ വരുന്ന മുരീദുമാരെ നിർബന്ധിപ്പിച്ച് ചായ കുടിപ്പിക്കുന്നു. മറുപടിയുണ്ടോ? ചിന്തിക്കൂ മുസ്ലിമേ. ഞാൻ ആ കഥയിലേക്ക് തന്നെ വരട്ടെ. ഔലിയയെ 19 കുട്ടികൾ പരിഹസിക്കുകയാണ്. പരിഹസിച്ചപ്പോൾ ദേഷ്യം പിടിച്ച ഔലിയപ്പാപ്പയതാ ഒരൊറ്റ വിളിയാണ്. ആരെയാ വിളിച്ചത്? അസ്രായീലിനെയാണത്രേ വിളിച്ചത്. അസ്രായീലേ, ഈ കുട്ടികളെ ഇപ്പൊ തന്നെ റൂഹ് പിടിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും അസ്രായീലേ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉറക്കെയല്ലേ ഈ സംസാരിക്കുന്നത്. ഈ ഉള്ളവൻ എന്തു പറയുന്നുവെങ്കിലും കിതാബിന്റെ തെളിവോടെയാ പറയുന്നത്. ആരുടെയും പുറത്ത് വെച്ച് കെട്ടാനല്ല. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന കിതാബുകളിൽ നിങ്ങൾ മഹാന്മാരാണെന്ന് പറഞ്ഞ ആളുകൾ എഴുതിവിട്ടതാണ് ഈ പറയുന്നത്. ഔലിയാദാ മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പൊ തന്നെ ഈ കുട്ടികളെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്റെ പേര് വെട്ടി ഡിസ്മിസ് ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് കുട്ടികളെ റൂഹ് പിടിച്ചോളണം. അതാ മലക്കുൽ മൗത്ത് ബേജാറായി പോയി. ഉടനെ തന്നെ ഫാസ്ബഹു മൗതാ അജ്മഈൻ, 50 കുട്ടികളും മയ്യത്തായി വീണു. മറുപടിയുണ്ടോ? ഞങ്ങൾ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരാണല്ലേ? ഞങ്ങൾ തങ്ങന്മാരെ ആക്ഷേപിക്കുന്നുവല്ലേ? ഞങ്ങൾ ആക്ഷേപിക്കുന്ന ഔലിയാക്കൾ ആരാണെന്ന് ഈ സാധുക്കളായ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ അംഗീകരിക്കുന്നവരാരാണെന്നും ജനങ്ങളൊന്ന് പഠിക്കട്ടെ. ഇസ്ലാമിലുള്ള ഒരൊറ്റ വലിയനെയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരൊറ്റ വലിയനെയും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അതേ അവസരത്തിൽ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യാജന്മാരുണ്ട്. വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചൂഷകന്മാരില്ലേ? അവരെ നിലക്ക് നിർത്തിയേ പറ്റൂ. ഇതാ മുജാഹിദുകൾ പറയുന്നത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. എന്നിട്ട് പറയാ, നോട്ടീസ് ഇറക്കി പേടിപ്പിക്കുക, നോട്ടീസ് ഇറക്കി പേടിപ്പിക്കുക. ഒരുത്തനിറക്കിയ നോട്ടീസിലുള്ളതാ പറയും നമ്മൾ ഔലിയാക്കന്മാരെ തെറി പറയുന്നു. പിന്നെ എന്താ ഒരാൾ പറയുന്നത്? ഈ പാവപ്പെട്ട എന്റെ പേരിലും ഉണ്ടൊരു നുണ. ഇവിടെ ഇറക്കിയൊരു വാറോല. OSYSകാരാ, നിങ്ങൾ ഇറക്കിയ ഈ വാറോലയിൽ എന്തൊക്കെ നുണകളാ എഴുതിവിട്ടത് കേട്ടോളൂ. ഈ ഉള്ളവന്റെ പേരിൽ പറഞ്ഞ ഒരൊറ്റ നുണ കേൾപ്പിക്കട്ടെ. എന്താണ് ഞാൻ പറഞ്ഞത് കേട്ടോളണം. ഇയാൾ പറയാണ്, മദീനയിലുള്ളത് കള്ളചാറമാണ് ഹുസൈൻ സലഫി.
മദീനയിലുള്ളത് കള്ളചാരമാണ് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട് പോലും. നാണമില്ലേ? നുണ പറയുമ്പോൾ പടച്ച റബ്ബിനെ ഒന്ന് ഓർക്കണ്ടേ? ഈ എഴുതുന്ന തൂലികയ്ക്ക് ഉപയോഗപ്പെടുത്തിയ കയ്യ് നാളെ പരലോകത്ത് സംസാരിക്കൂലേ? കാലതിന് സാക്ഷി പറയണ്ടേ? മദീനയിലുള്ളത് കള്ളചാരമാണെന്ന് ഈ ഉള്ളവൻ എവിടെയാണ് പ്രസംഗിച്ചത്? എവിടെയാണ് പ്രസംഗിച്ചത്? മദീനത്ത് ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുണ്ട്. അത് കള്ളചാരമാണെന്ന് ഞാൻ പറഞ്ഞു വന്നു. ഒരു മുസ്ലിം അത് പറയില്ലല്ലോ. അതേ അവസരത്തിൽ നിങ്ങൾ ചില ചാരങ്ങളുടെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്, നിങ്ങളുടെ വീടുകളിൽ തൂക്കുന്നുണ്ട്, നിങ്ങൾ ഇന്റർനെറ്റ് സൈറ്റുകളിൽ ചില ജാറങ്ങൾ നബിയുടേതാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കള്ളചാരമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതങ്ങ് ജനങ്ങളോട് പറയാതെ മദീനയിലുള്ളത് കള്ളചാരമാണെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു എന്ന് പടച്ച റബ്ബിനെ പേടിയില്ലാതെ എഴുതി വിടുമ്പോൾ പരലോകം ഓർക്കണേ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. എത്ര നുണ, കല്ല് വെച്ച നുണകൾ പറയാ. നോക്കണം നിങ്ങൾ. ഇങ്ങനെയല്ലേ നോട്ടീസ് ഇറക്കൽ? ഇങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ സാധാരണക്കാരനാക്കി പാപിയാക്കുന്നു എന്നാണ് പറയുന്നത്. നബി തങ്ങളതാ വമ്പിച്ച തെറ്റ് ചെയ്യുന്ന നേതാവാണ് പോലും. നബിയെ നിന്ദിക്കലാണത്രേ മുജാഹിദുകളുടെ പരിപാടി. ഓ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചത് ഞങ്ങളല്ല, മറിച്ച് തോട്ടീസിറക്കിയ കക്ഷികളൊന്ന് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചുകൊണ്ട് അതാ ആ പുസ്തകം പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ആരാണ്? നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലാത്തതാണ് ഇവര് പറഞ്ഞത്. എവിടെയാണത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പോറ്റുമകനുണ്ടായിരുന്നു, സെയ്ദ് റളിയല്ലാഹു അൻഹു. ശരിക്ക് പഠിച്ചോളണം. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ഭാര്യയുടെ പേരാണ് സൈനബ റളിയല്ലാഹു അൻഹാ. നബി തങ്ങളാണ് അതാ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പ്രവാചകന് സ്നേഹമുണ്ടായി എന്നും സെയ്ദ് അതാ സൈനബിനെ ത്വലാഖ് ചൊല്ലിയാൽ അതാ അവരെ വിവാഹം കഴിക്കാമെന്നും നബി തങ്ങൾ മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു പോലും. എന്തായി കേട്ടത്? മറ്റൊരാളുടെ ഭാര്യയെ എനിക്ക് കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുക, അയാൾ ത്വലാഖ് ചൊല്ലിയ എനിക്ക് കെട്ടാമായിരുന്നു എന്ന് മോഹം വെക്കുക, അത് മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുക. ഇതൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? എഴുതാൻ പാടുണ്ടോ? എന്നാൽ നമ്മുടെ കരളിന്റെ കഷ്ടമായ ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ പോറ്റുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് സ്നേഹമുണ്ടായി എന്നും സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും അതാ നബി തങ്ങൾ മനസ്സിൽ മറച്ചു വെച്ചു എന്ന് എഴുതിവിട്ടത് മുജാഹിദുകളാണോ? ഞങ്ങളെ ആരെങ്കിലും എഴുതിവിട്ടിട്ടുണ്ടോ? മറിച്ചതാ നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ തഫ്സീറുകളിലാണുള്ളത്. അതിന്റെ മലയാള പരിഭാഷ നിങ്ങൾ ഇറക്കിയിട്ടില്ലേ? ടി.കെ. അബ്ദുള്ള മൗലവിയുടെ ഖുർആൻ പരിഭാഷയില്ലേ? ആ പരിഭാഷയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അള്ളാന്റെ റസൂൽ മറ്റൊരാളുടെ ഭാര്യയെ മോഹിച്ചു വന്നു, അയാൾ തലാഖ് ചൊല്ലിയെങ്കിൽ എനിക്ക് കെട്ടാമായിരുന്നു എന്ന് മനസ്സിൽ മറച്ചു വെച്ചു എന്ന് ഒരാളെ കുറിച്ച് പറയുന്നത് നിന്ദിക്കലല്ലേ? ഇത് നബി തങ്ങളെ നന്നാക്കലാണോ അതോ നിന്ദിക്കലാണോ? മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർന്നുവോ? അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും ഒക്കെ കവർച്ചക്കാരാക്കിയത് മുജാഹിദുകളാണോ? കവർച്ച ചെയ്യാനാണ് പുറപ്പെട്ടത് നബിയും സഹാബിമാരും എന്ന് മുജാഹിദുകൾ എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും? മറിച്ച് നിങ്ങളുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട നിങ്ങൾ പറയുന്നില്ലേ, ഞങ്ങള് ഇവിടെ നിന്നൊരു ചങ്ങല കുലുക്കിയാൽ അത് മദീനത്തെ റൗദാ ശരീഫിൽ പോയി കുലുങ്ങും എന്ന് പറയാറില്ലേ? അത്ര വലിയ ഈടുറ്റ പരമ്പരയാണ് ഞങ്ങൾക്കെന്ന് പറയുന്ന നിങ്ങളുടെ ഉസ്താദുമാരുടെ പരമ്പര
പരമ്പരയിൽപ്പെട്ടയാളല്ലേ കെ സദഖത്തുള്ള മുസ്ലിയാര്. ആ സദഖത്തുള്ള മുസ്ലിയാർ എന്താ എഴുതി വെച്ചത് കേട്ടോളണം, മറുപടി പറഞ്ഞോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണ്. അള്ളാന്റെ റസൂല് വഴിയാത്രക്കാരെ കവർച്ച ചെയ്യുന്ന കവർച്ചക്കാരനായ, അങ്ങനെ കവർച്ച ചെയ്യാനാണ് പുറപ്പെട്ടത് നബിയും സഹാബത്തുമെന്ന് എഴുതി വിട്ടവരെ, നിങ്ങളാണോ ഞങ്ങളെ പറ്റി അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുന്നവരെന്ന് പറയുന്നത്? സാധ്യമല്ല. ഇതുപോലെ മുജാഹിദുകൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാനാവില്ല. മറിച്ച് നിങ്ങൾ എഴുതി വെച്ചതാണ് ഈ കേൾപ്പിച്ചത്. നിഷേധിക്കാൻ ഒരുക്കമുണ്ടോ? എന്നിട്ട് മതി നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ.